നമസ്കാരം. കളരിക്കൽ ശ്രീ ഭദ്രകാളി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കോപം വരാനുള്ള മറ്റൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുടുംബത്തെ നമ്മുടെ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ തെക്കത് കുറച്ച് മലിനാവ് കുറച്ച് എന്താ പറയുക മോശാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ പുതുക്കി പണിയാനൊക്കെ ശ്രമിക്കും. പുതുക്കി പണിയാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു ജ്യോതിഷനോ കരമയൊക്കെയാണ് നമ്മൾ അവിടുത്തെ ചില ദേവതയൊക്കെ ആവാഹിച്ച് മാറ്റാറുണ്ട്. അതായത് ഉപദേവന്മാർ, ചില മൂർത്തികൾ. ഇപ്പം നമ്മളൊരു കുടുംബദേവത സ്ഥാനത്ത് ഒരുപാട് ഉപദേവന്മാരുണ്ട്. ഈ മാടൻ, വണ്ണാറ മാടൻ, കപ്പാനി മാടൻ, വണ്ണാറേശക്കി, അതുപോലെ മല്ലങ്കരിങ്കാളി, ഭൈരവൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേവന്മാരുണ്ട്. ചില കർമ്മികൾക്ക് ഈ ഉപദേവന്മാരെ ഇരുത്തുന്നത് വലിയ താല്പര്യമില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ദേവന്മാരെ ഒന്നും വൈദിക സമ്പ്രദായത്തിൽ വിടിയിരുത്താനുള്ള വിധിയില്ല, അല്ലെങ്കിൽ അതിനുള്ള പൂജാവിധാനങ്ങളില്ല. അപ്പൊ അവരൊക്കെ ആവാസം മാറ്റാൻ പറയും. പിന്നെ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആ കുടുംബദേവതയെ കൊണ്ടുവന്ന ആ കാരണവര് അല്ലെങ്കിൽ മന്ത്രമൂർത്തി യോഗീശ്വരന്മാർ എന്നൊക്കെ പറയുന്ന ഗുരുക്കന്മാരെ ചില സ്ഥലങ്ങളിൽ ആവാഹിച്ച് മാറ്റാറുണ്ട്. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ആ ഗുരുവാണ് ആ ദേവതയെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപാസന ബലത്തിലൂടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തപസ്സിലൂടെയോ കൊണ്ടുവന്ന ദേവതയാണ് നമ്മുടെ കുടുംബമൂർത്തി. അപ്പൊ നമ്മൾ ഈ മന്ത്രമൂർത്തി യോഗീശ്വരനെയൊക്കെ നമ്മൾ ആവാഹിച്ച് മാറ്റി എവിടെയെങ്കിലും കൊണ്ട് കളയുമ്പോൾ അതോടൊപ്പം ആ ദേവതയും മാറ്റേണ്ടി വരും. കാരണം ആ മന്ത്രമൂർത്തി അല്ലെങ്കിൽ ആ ഗുരു എവിടെ നിൽക്കുന്നു അവിടെ ആ ദേവത ഉണ്ടാവുള്ളൂ. കാരണം ആ ദേവതയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവകാശി അദ്ദേഹമാണ്. അദ്ദേഹം എന്തുകൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം, അതായത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയി അദ്ദേഹം ആ ദേവതയുമായി ലയിച്ച് ആ ദേവതയുടെ മുമ്പിൽ ധ്യാനനിരതനായിട്ട് ഇരിക്കുമെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ആവാഹിച്ച് മാറ്റി എവിടെയെങ്കിലും കളയുമ്പോൾ അതൊരു ശാപമായി മാറും. അപ്പൊ അന്ന് തുടങ്ങും നമ്മുടെ കുടുംബത്തിന്റെ ദുരിതം. എവിടെയൊക്കെ കുടുംബദേവത ഇതുപോലെ മൂർത്തികളെയും മറ്റ് ഉപദേവന്മാരെയൊക്കെ നോക്കാതെ ആവാഹിച്ച് എവിടെയെങ്കിലും കളയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള കുടുംബക്കാരെല്ലാവരും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ദേവതയെ മാറ്റപ്പെട്ടതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബക്കാർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പല സ്ഥലത്തിലും പോയി കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ യക്ഷി ഉണ്ടെങ്കിൽ യക്ഷിയെ മാറ്റിയിട്ട് വനദുർഗയായിട്ടും മറ്റ് ദേവതയൊക്കെയായിട്ടൊക്കെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ദേവതാ കോപത്തിന് കാരണം. കാരണം ദേവതയെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ വലിയ ബിൽഡിംഗ് ഒക്കെ പണിത് അവിടെ വലിയ വിഗ്രഹമൊക്കെ വെച്ച് പൂജ നടത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ ദേവതയുടെ സാന്നിധ്യം വരണം. നമ്മുടെ ദേവത ഏതാണോ അതിന്റെ സാന്നിധ്യമാണ് അവിടെ വരേണ്ടത്. നമുക്ക് ഇന്ന ദേവതയെ പിടിക്കില്ല, അല്ലെങ്കിൽ ആ ദേവത ഭയങ്കര ഉഗ്രമൂർത്തിയാണ്, അതിന് കുരിശി നടത്തണം, അല്ലെങ്കിൽ മദ്യം നേദിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കിയാൽ അത് ദുരിതം മാത്രമേ വരുള്ളൂ. നമ്മളിപ്പോ ഈ ഉപദേവന്മാരായിട്ട് ചിലപ്പോൾ ഈ കരിങ്കാളിയോ മാടനെയോ അല്ലെങ്കിൽ ചാത്തനെയോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ ചില സമയത്ത് നമ്മൾ ആവാഹിച്ച് മാറ്റിയാൽ അത് ചിലപ്പോൾ മാറ്റിയതിന് ക്ഷേത്രത്തിലൊക്കെ ആയിരിക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സാന്നിധ്യം അവിടെ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണമെന്നില്ല. വിട്ടുപോയാൽ അത് എപ്പോഴും നമുക്ക് ബാധയായിരിക്കും. കാരണം നമ്മുടെ പൂർവികന്മാർ അതിന് ഇന്ന കാര്യങ്ങൾ കൊടുക്കാം എന്നുള്ള ഒരു നിബന്ധനയിലാണ് ഇതിനെ കൊണ്ടൊക്കെ ഒരുപാട് ജോലി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ നോക്കാതെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരിലേക്ക് ഇതാവുകയും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ കണ്ടിട്ട് ചില കുട്ടികൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. ചില കുടുംബക്കാർക്ക് കല്യാണം നടക്കാൻ വലിയ താമസം, കല്യാണം നടന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല, കുടുംബത്തിൽ ഒരു ഐക്യമില്ല, കുടുംബക്കാർ തമ്മിൽ പരസ്പരം അടിയാണ്. എന്നാൽ അവർക്ക് കുടുംബക്ഷേത്രം ഉള്ളതാണ്. കുടുംബക്ഷേത്രത്തിൽ തന്നെ യഥാർത്ഥ പൂജ നടത്താൻ വരെ അടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവിടെ ഒരുപാടുണ്ട്. അത് എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളവിടെ പ്രതീക്ഷിക്കുന്ന ദേവത യഥാർത്ഥം നമ്മുടെ ദേവതയാണോ, നമ്മൾ വേറെ ഏതെങ്കിലും ദേവതയെ പ്രതീക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കാലക്രമേണ കാലം പോകുമ്പോൾ നമുക്ക് ദുരിതങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് കുടുംബക്ഷേത്രം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബക്ഷേത്രം ഉണ്ട്, ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്യാറുണ്ട്, പോയി തൊഴാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും അവർക്ക് ദുരിതങ്ങൾ ഒരിക്കലും ഒഴിയുന്നില്ല. കാരണം ഇതാണ്, നമ്മളിപ്പോൾ ഒരു കുടുംബക്ഷേത്രത്തിലും ചിലപ്പോൾ കുടുംബക്ഷേത്രത്തിൽ ഒന്നോ രണ്ടോ ദേവതയോ പ്രധാന മൂർത്തികളെയൊക്കെ പ്രതിഷ്ഠ ചെയ്തായിരിക്കും പൂജിക്കുന്നത്. ചിലപ്പോൾ അതായിരിക്കില്ല അവിടുത്തെ ദേവത. നമ്മളുടെ സമയദോഷം കൊണ്ട് ദേവതകൾ മാറിപ്പോയിട്ടുണ്ടാവും. മാറിപ്പോയിടത്തെല്ലാം ദുരിതമാണ്. ഈ വണ്ണാറേശ ഇതൊക്കെ ബാധാമൂർത്തികൾ, മല്ലങ്കരികളൊക്കെ ബാധയാണ്. ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ പൂർവികന്മാരെ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ബാധയായിട്ട് ഉപയോഗിച്ച ദേവന്മാരാണ് ഇത്.
അത് ശത്രു സംഹാരത്തിനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ദേവതയാണ് ഇത്. പക്ഷെ എന്നാലും നമ്മൾ മാന്ത്രിക കർമ്മം ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ സംരക്ഷിക്കണം. കാരണം അതിനു വേണ്ടിയിട്ട് പൂർവികം കൊണ്ടുവച്ചതാണ്. അതിനെയൊന്നും പെട്ടെന്ന് എടുത്ത് കളയാനും പറ്റില്ല. കളഞ്ഞാൽ അത് വളരെ ദുരിതമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിലുള്ള നിവേദ്യങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള പൂജ കാര്യങ്ങൾ ചെയ്ത് അതിനെ ഒരു സ്ഥലത്ത് സംരക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഗുണമേ ഉണ്ടാവും, ദോഷം ഉണ്ടാവില്ല. കാരണം പണ്ട് കാലങ്ങളിൽ മറ്റുള്ള ബാധാ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിനെയൊക്കെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. ചിലപ്പോൾ പല നമ്മൾ കേട്ടിട്ടില്ല നടയക്ഷി, ചില ക്ഷേത്രങ്ങളിൽ നടയക്ഷിയുണ്ട്. കാരണം അതിന്റെ അനുവാദം കൂടാതെ ആർക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഇപ്പൊ അതിനെയൊക്കെ ആവാഹിച്ച് മാറ്റിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദുരിതങ്ങളാണ്. നമ്മളെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം ദുർമന്ത്രവാദത്തിൽ നിന്നും ആഭിചാര ദോഷങ്ങളിൽ നിന്നും മറ്റുള്ളവർ ശത്രുക്കളെ ആഭിചാര ക്രിയകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവതന്മാരെയൊക്കെ എല്ലായിടത്തും വച്ചിരിക്കുന്നത്. ഇത് വെറുതെ ഒന്നുമല്ല പൂർവികന്മാർ ഇവരെയൊക്കെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുന്നത്. കാരണം അവർക്ക് നമ്മളെക്കാളും ബുദ്ധിയും അറിവും അല്ലെങ്കിൽ മാനസിക ബലവും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവർ അതൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വേണ്ട ഈ ഒരു ദേവി മാത്രം മതി, അല്ലെങ്കിൽ ഈ ഒരു ദേവം മാത്രം മതി, പിന്നെ അതൊരു പേര് കേട്ടാലേ നല്ല എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദേവനാണ് എന്നുള്ള ധാരണയിൽ അതിനെയൊക്കെ പ്രതിഷ്ഠിച്ച് വയ്ക്കും. ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മുടെ സമയവും കാശും പോകാനല്ലാതെ നമുക്ക് ദുരിതങ്ങൾ ഒരിക്കലും വിട്ടുമാറില്ല. അപ്പോൾ യഥാവിധി ദേവനെ മനസ്സിലാക്കി അത് എന്തും ആയിക്കോട്ടെ അതിനെ കറക്റ്റായിട്ട് പൂജാകാര്യങ്ങൾ ചെയ്ത് നമ്മളിപ്പോ നമ്മുടെ കുടുംബദേവതയെ പൂജിക്കാൻ പുറത്തുനിന്ന് ഒരു പൂജാരിയെ വയ്ക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. കാരണം നമ്മുടെ കുടുംബദേവതയെ നമ്മൾ പൂജിച്ചാൽ മതി. അതിന് മന്ത്രതന്ത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വൃത്തിയായിട്ട് വൃത്തിയോടുകൂടി നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് വിളക്ക് കത്തിച്ച് നേരത്തെയൊക്കെ വെച്ച് സങ്കല്പിച്ചാൽ മതി. സങ്കല്പമാണ് പൂജ. സങ്കല്പത്തെക്കാൾ വലുതൊന്നുമില്ല. ഏത് വലിയ കർമ്മയായിരുന്നാലും അവിടെ സങ്കല്പമാണ്. ദേവി വന്നു ഈ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പൊ നമ്മളെ കുടുംബദേവതയെ നമുക്കേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. വേറൊരു ആൾക്ക് നമ്മളെ കുടുംബദേവതയെ സങ്കല്പിക്കാൻ പറ്റില്ല. അവനവന്റെ കുടുംബദേവതയെ അവനവന് മാത്രമേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു പൂജ ചെയ്യുന്ന സമയത്ത് എന്റെ കുടുംബ പരദേവത എന്ന് സങ്കല്പിച്ച അമ്മേ എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്റെ കുലത്തെ സംരക്ഷിച്ചു കൊള്ളണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുന്നതിനേക്കാളും വലിയ ഒരു വേറെ പൂജാവിധാനം ഇല്ല, വേറെ സങ്കല്പമില്ല. അങ്ങനെ പൂജ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ബാധാ ദുരിതങ്ങൾ മാറും. നിങ്ങളുടെ കുടുംബ പരദേവത കോപം മാറും. അങ്ങനെ നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കുള്ളൂ. അല്ലാതെ നിങ്ങളുടെ കുടുംബ പരദേവത കോപം മാറാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരുപാട് പൂജയോ അല്ലെങ്കിൽ കർമ്മങ്ങളോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അത് മാറാൻ പോകുന്നില്ല, മാറത്തുമില്ല. നമ്മളെ കുടുംബദേവതയെ വീണ്ടും പഴയതുപോലെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ കുടുംബദേവത കോപം മാറുള്ളൂ. ആ ബാധാസ്ഥാനത്ത് നിന്ന് ദേവി അനുകൂല സ്ഥാനത്തിലേക്ക് വന്നാൽ, ദേവി ആയിരുന്നാലും ഏത് മൂർത്തിയായിരുന്നാലും അത് അനുകൂല സ്ഥാനത്തിലേക്ക് വന്നാൽ മാത്രമേ നമ്മളെ കുടുംബത്തിന് രക്ഷിത ഉണ്ടാവുള്ളൂ. ഇന്ന് ഒരുപാട് കുടുംബക്കാർ വലിയ ക്ഷേത്രം പണിതിട്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. കാവുകളില് എന്താണോ പൂജ വിധാനം, ഏത് സമ്പ്രദായത്തിലാണോ പൂജ പണ്ട് നടത്തിയിരുന്നത് അതേ സമ്പ്രദായത്തിൽ അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ദേവത നമുക്ക് അനുകൂലമായി വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യും. അതല്ല വേറൊരാളുടെ പൂജാവിധാനം കടമെടുത്ത് നമ്മുടെ കുടുംബത്തിൽ വച്ച് നമ്മൾ പൂജ ചെയ്യിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ദോഷമല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി സ്വന്തം അസ്തിത്വം, സ്വന്തം കുടുംബ പാരമ്പര്യത്തെ സംരക്ഷിച്ച് സ്വന്തം കുടുംബദേവതയെ സംരക്ഷിച്ച് മുന്നോട്ട് പോയ എല്ലാ കുടുംബക്കാർക്കും ഐശ്വര്യം ഉണ്ടാകും. കുടുംബദേവതാ ശാപത്തിൽ നിന്നും കോപത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും.